മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവ സ്നേഹത്തിൻ്റെ കഥയാണ്. ഇതൊരു എപ്പിസോഡാണ്, ദൈവസ്നേഹത്തിൻ്റെ എപ്പിസോഡ്. ഇതാ സ്വർഗം ഭേദിച്ച് ഇതാ ആ വലിയ ദൈവസ്നേഹം കുത്തിപ്പാഞ്ഞ് ഒഴുകി ഭൂമിയിലേക്ക് നിർഗമിക്കുന്നു. അത് അവിടെ പരന്നൊഴുകി ഭൂലോകവാസികൾ മുഴുവനും ആ സന്തോഷത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ ആറാടി. പ്രിയ സഹോദരരെ, ഈ വലിയ സ്നേഹം നമുക്ക് ആസ്വദിക്കണം. ആ വലിയ സ്നേഹം മനുഷ്യരൂപം പൂണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ ഒരുവനായി ജീവിച്ചു. അങ്ങനെ ആ ഒരു ശിശുവായി തീർന്ന ദൈവപുത്രനൊരു ശിശുവായി ഭുജാതനായ ആ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ക്രിസ്മസ്. അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷം. അത് ലോകമെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്നു. ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു ആഘോഷം ലോകത്തിലില്ല തന്നെ. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന, രക്ഷ കൊണ്ടുവന്ന, ദൈവകൃപ ഭൂമിയിലേക്ക് ഒഴുക്കിയ ഒരു ജനനമായിരുന്നു യേശുവിൻ്റേത്. ഇന്നും നമുക്ക് എവിടെയും നോക്കിയാൽ കാണാൻ സാധിക്കും പുൽക്കൂടും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുമൊക്കെ തൂക്കിയിരിക്കുന്ന വീടുകൾ. അതെ, ആ ക്രിസ്മസിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ക്രിസ്മസിലൂടെ നമുക്ക് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും പോരാ. യേശുവിൻ്റെ വരവിന് ഒരുക്കമായിട്ട് ഒരു വ്യക്തിയെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ പേര് സ്നാപക യോഹന്നാൻ എന്നായിരുന്നു. അവൻ ക്രിസ്തുവിന് മുമ്പേ ജനിച്ചു. ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ടാണ് അവനെ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. അവൻ ക്രിസ്തുവിന് മുമ്പേ ഓടിയവനാണ്. ക്രിസ്തുവിൻ്റെ വരവ് അറിയിക്കുവാനും വരവിനായി ഒരുക്കുവാനും പ്രിയരെ, അവൻ്റെ പ്രസംഗം ഇവിടെ പ്രസക്തമാണ്. അവൻ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഇതാ ആ പ്രസംഗം കേട്ട് ആയിരങ്ങളോടിക്കൂടി. അവൻ മരുഭൂമിയിൽ നിന്നും പ്രസംഗം പറഞ്ഞുകൊണ്ട് ആ യൂദയ രാജ്യം മുഴുവനും ചുറ്റി നടന്നു. അവൻ്റെ പ്രസംഗത്തിൽ എല്ലാവരും ആകൃഷ്ടരായി. അവൻ പറഞ്ഞു, വളഞ്ഞ വഴികൾ നേരെയാക്കുവിൻ, ഊടുവഴികൾ വിസ്തൃതമാക്കുവിൻ, കുന്നുകൾ നിരപ്പാക്കുവിൻ, താഴ്വരകൾ ഉയർത്തുവിൻ എന്ന്. യൂദയാ ജനതയ്ക്ക് മുഴുവനും അത് മനസ്സിലായി എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്ന്. അവൻ്റെ പ്രസംഗം യോർദാൻ നദിയുടെ തീരത്തേക്ക് നീങ്ങി. അവൻ അവിടെ വെച്ച് അവൻ പറയുകയാണ്, പശ്ചാത്തപിക്കുവിൻ, ഇതാ രക്ഷകൻ ഇതാ സമാഗതമായിരിക്കുന്നു. പശ്ചാത്തപിച്ച് യോർദാൻ നദിയിൽ ഇറങ്ങി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവിൻ എന്നവൻ പ്രസംഗിച്ചു. അവൻ്റെ പ്രസംഗം ആയിരങ്ങൾ ശിരസാ വഹിച്ചു, ഏറ്റെടുത്തു. അവർ അവൻ്റെ പിന്നാലെ ഓടിക്കൂടി. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ വന്നവരോട് അവന് തക്കതായ മറുപടി കൊടുത്ത് അവരെ സഹായിച്ചു. അവരെല്ലാവരും യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം സ്വീകരിച്ച് ദൈവപുത്രൻ്റെ വരവിനായി കാത്തിരുന്നു, ഒരുങ്ങിയിരുന്നു.
പ്രിയരെ, ഇത് തന്നെയാണ് ഇന്ന് സ്നാപയോഹന്നാന് നമ്മളോടും പറയുവാനുള്ളത്. ഇതാ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മളിതാ ആഗമനകാലം 1-ാം ഞായറാഴ്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മളോട് സ്നാപയോഹന്നാൻ പറയുകയാണ്, പശ്ചാത്തപിക്കുവിൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുവിൻ. അങ്ങനെ ആ ദിവ്യ ശിശുവിനെ, നമ്മുടെ രക്ഷകനെ, ദൈവപുത്രനെ സ്വീകരിക്കുവാൻ ഹൃദയത്തിൽ ഒരുങ്ങുവിൻ എന്ന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ ഒരുക്കത്തോടു കൂടിയ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് നന്ദി.